പോകുന്നു. ബംഗാളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കക്ഷിയായി BJP മാറാൻ പോകുന്നു. തൃണമൂൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നുവെന്ന ദയനീയമായ കാഴ്ചയാണ് ബംഗാളിൽ സംഭവിക്കുന്നത്. ഇന്ത്യ മുന്നണി ശക്തമായി സംവിധാനമുള്ള കർണാടകയിൽ പോലും ആ രീതിയിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ ഹിമാചൽ പ്രദേശ് ജൻ കി ബാത് ഹിമാചൽ പ്രദേശ് BJP 4 കോൺഗ്രസ് 0. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ BJP 4 സീറ്റുകളിലായിരിക്കും നേടുക എന്ന് പറയുന്നു. ജമ്മു കാശ്മീരിൽ ടൈംസ് നൗ ETG സർവേ പ്രകാരം BJP 2 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 2 മുതൽ 3 വരെ സീറ്റുകൾ നേടിയേക്കാം. PDP 1 സീറ്റ് നേടിയേക്കാം എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ ട്രെൻഡുകളും ഒരൊറ്റ ഡയറക്ഷനിലേക്ക് നീങ്ങുന്നു. മോദി ഡയറക്ഷൻ, യൂണി ഡയറക്ഷൻ. ജമ്മു കാശ്മീരിൽ എന്ന് പറയുമ്പോൾ ജമ്മുവിലെ 2 സീറ്റുകളിലാണ് BJP മുന്നിൽ നിൽക്കുന്നത്. ബാക്കി കശ്മീരിലെ BJP മത്സരിച്ചിട്ടില്ല. അവിടെയാണ് 2 മുതൽ 3 വരെ സീറ്റുകൾ NCക്ക് ലഭിക്കാൻ സാധിക്കും. ഡൈനാമിക്സ് രാജസ്ഥാനിലെ വന്നിരിക്കുന്നു. BJP 20, ഇന്ത്യ 4, അതേഴ്സ് 1. രാജസ്ഥാനിൽ BJP 20. ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുന്നു. കോൺഗ്രസ് അവിടെ നില മെച്ചപ്പെടുത്തുന്നു. കോൺഗ്രസ് അവിടെ ഒരു സീറ്റ്. രാജസ്ഥാനിലൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. രാജസ്ഥാൻ ഓപ്പൺ ചെയ്തു. പക്ഷേ രാജസ്ഥാനിൽ ഇതിനകം സീറ്റുകൾ കിട്ടും. 10 സീറ്റുകൾ യോഗേന്ദ്ര യാദവ് പ്രവചിച്ചത്. 10 സീറ്റുകളുടെ കുറവ് രാജസ്ഥാനിൽ ഉണ്ടാകും. 10 സീറ്റുകളുടെ കുറവ് മധ്യപ്രദേശിലുണ്ടാകും. 10 സീറ്റുകൾ വരെ മഹാരാഷ്ട്രയിൽ കുറയാമെന്നതായിരുന്നു യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം. യോഗേന്ദ്ര യാദവിന്റെ പ്രവചനത്തെക്കാൾ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനമാണ് എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ പ്രശാന്ത് കിഷോറിന്റെ പ്രഡിക്ഷൻ പ്രതിഫലിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഇത് നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സിന്റെ പ്രവചനം അനുസരിച്ച് രാജസ്ഥാനിൽ 4 സീറ്റുകൾ കുറയുന്നുണ്ട് എങ്കിൽ 10 സീറ്റ് ഇല്ല ഡോക്ടർ അരുൺ. അതായത് 4 മുതൽ 7 സീറ്റുകൾ വരെയാണ് രാജസ്ഥാനിൽ BJPയിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യത. നോക്കൂ, രാജസ്ഥാനിൽ നേരത്തെ ഉണ്ടായിരുന്ന 28 സീറ്റുകളിൽ 28 സീറ്റും BJP കൊണ്ടുപോയതാണെന്നാണ്. BJP 24 സീറ്റ്, ഒരെണ്ണം LJP ആണ്. LJP പകുതിയിലധികം സീറ്റുകളും 2 ലക്ഷത്തിലും ഏറെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സീറ്റുകളാണ് BJP അവിടെ. അവിടുന്ന് വേണം 10 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. പക്ഷെ അത് കിട്ടില്ല എന്നാണ് ഇപ്പൊ ഇത് പറയുന്നത്. ശ്രീ ആന്റോ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ നിലയിൽ 4 സീറ്റുകൾ 4 സീറ്റ് മുതൽ 7 സീറ്റുകൾ 25 സീറ്റിൽ 4 സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചുള്ള വലിയ തിരിച്ചടിയാണ്. അത് മേക്ക് ഓവർ ചെയ്യേണ്ടത് കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. ഒഡീഷയിൽ നിന്നാണ്, തെലങ്കാനയിൽ. BJP 13, ഇന്ത്യ മുന്നണി 0. ഒഡീഷയിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് BJDക്ക് നേട്ടമുണ്ടാക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഘട്ടമാണ്. നിയമസഭാ നവീൻ പട്നായിക്കിന് വലിയ സ്വാധീനം അവിടെ ചെലുത്താൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. VK പാണ്ഡ്യനെയാണ് നവീൻ പട്നായിക് അവിടെ തന്റെ പോൾ ഓഫ് പോൾസ്. ഈ പോൾ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ ലഭ്യമായിട്ടുള്ള സർവേകളിലെ ആവറേജ് ആണ്. 365 സീറ്റ് NDA, ഇന്ത്യ 142. ടിവിയുടെ പോൾ ഓഫ് പോൾസ്. നിലവിലുള്ള കണക്കുകൾ പ്രകാരം 350+ എന്നതിലേക്ക് NDA മാറുന്നു എന്നതാണ്. 2014 2019 കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മോദിക്ക് ധ്യാനത്തിൽ നിന്ന് മടങ്ങി കർത്തവ്യപഥത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിലവിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഒരൊറ്റ ഡയറക്ഷനിൽ മോദിയുടെ ധ്യാനത്തിന്റെ ധ്യാനം കഴിഞ്ഞു സാർ. ധ്യാനത്തിന്റെ ഫലം ഒഡീഷയിൽ 21 സീറ്റ് ഉണ്ടായിരുന്നു ബിജു ജനതാദളാണ്. അവിടെ മുഴുവൻ സീറ്റ് ബിജു ജനതാദളായിരുന്നു. അവിടുന്ന് 8 സീറ്റ് ഇപ്പൊ ആർക്ക് കിട്ടുകയാണ്? BJP കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ബിജു ജനതാദളിന്റെ അത്രയും കുറച്ച് അവിടെ ഇന്ത്യ മുന്നണി ഇല്ല. ബിജു ജനതാദൾ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒഡീഷയുടെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2 വിധി എഴുത്താണ് ഉണ്ടാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി ഇലക്ഷനിൽ 147 മണ്ഡലങ്ങളിൽ 112 ബിജു ജനതാദളും BJP 23 ആയിരുന്നു. അതിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പം ഇത്ര 8 സീറ്റ് BJPയിലേക്ക് ഇപ്രാവശ്യം കിട്ടുന്നത്. അവിടെ ആന്റോ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിയമസഭ ഇപ്പോഴും നവീൻ പട്നായിക്കിനോടൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിയുക. പക്ഷേ ലോക്സഭയിൽ BJP ഗെയിൻ ചെയ്യുമെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് അവിടെ നടന്നിരിക്കുന്നു. കാര്യം നവീൻ പട്നായിക്ക് പ്രചരണത്തിന്റെ ഒരു രംഗത്തും ഉണ്ടായിരുന്നില്ല. അടുത്ത ആന്ധ്രയിലെ വന്നിരിക്കുന്നു. ആന്ധ്രയിലെ ഇന്ത്യ TV CNX YSR കോൺഗ്രസിന് 3 മുതൽ 5 വരെ, NDAക്ക് 19 മുതൽ 23 വരെ. NDAക്ക്
NDAക്ക് 19 മുതൽ 23 വരെ. ജനസേന പാർട്ടി 3 പേരും അതെ അതെ. അപ്പൊ സ്വാഭാവികമായും NDA ഗെയിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ആന്ധ്രാപ്രദേശിൽ ഗെയിൻ ചെയ്തു, വെസ്റ്റ് ബംഗാളിൽ ഗെയിൻ ചെയ്തു, തമിഴ്നാട്ടിൽ കർണാടകയിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമായി BJPയും സഖ്യകക്ഷികളും പരിഹരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് കേരള റിസൾട്ട് നോക്കിയിരുന്നല്ലോ അല്ലേ? ടൈംസ് നൗവിന്റെ കേരള റിസൾട്ട് പറയുന്നത് ടൈംസ് നൗവിന്റെ റിസൾട്ടാണ് നമ്മൾ ആദ്യം കൊടുത്തത്. ടൈംസ് നൗവിന്റെ റിസൾട്ട് പ്രകാരം 17 മുതൽ 14 മുതൽ 15 വരെ LDFന് 4. അപ്പോഴും NDA സീറ്റ് ഓപ്പൺ പറയുന്നു. NDAക്ക് 0 എന്നാരും പറഞ്ഞിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ സർവേയും ആത്മവിശ്വാസമാണ് എല്ലാ സർവേകളിലും ഉള്ളത്. പക്ഷേ ഓർക്കണം, ഇത് എക്സിറ്റ് പോൾ ആണ് കേട്ടോ, പ്രീ പോൾ അല്ല. കുഴപ്പമില്ല സാർ, 4-ാം തീയതി വരെ ഇത് 2004 എക്സിറ്റ് പോൾ പോലെ ആവട്ടെ. സ്വാഭാവികമായും ഡാറ്റയെ TV9 ഭാരത് വർഷിന്റെ കർണാടക റിസൾട്ട് ഇതാണ്. NDA 20, കോൺഗ്രസ് 8. കോൺഗ്രസ് വല്ലാത്ത രീതിയിൽ ഗെയിൻ ചെയ്തിട്ടുണ്ട്. TV9 ഭാരത് വർഷിന്റെ കർണാടകയിലാണോ? കർണാടകത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും രണ്ട് രീതിയിലാണ് കണക്കുകൾ വരുന്നത്.